വേണ്ടേ ഇങ്ങനൊരു ഹസ്ബൻഡ്? സെർച്ച് ചെയ്യൂ ഇൻസ്റ്റാഗ്രാമിൽ. യാത്രയുടെ തുടക്കം തന്നെ അതാ ഒരു കണ്ണാടി തടാകം. ഇപ്പൊ പൂർണ്ണമായും ഇൻക്ലൈൻഡ് ആയാണ് ഈ ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊരു വെയിൽ തെളിഞ്ഞു. പഴയ വിൻഡോസ് വാൾപേപ്പറുകൾ ഞങ്ങളുടെ കണ്ണിലേക്ക് ഓടിക്കയറി വന്ന് നൊസ്റ്റാൾജിയുടെ കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ആളൊഴിഞ്ഞ ആ ഗ്രാമത്തിലൂടെ ഒരു വാക്കിന് പോകാൻ ഇറങ്ങി. ഓണർ പബ്ബും കടന്ന് മുന്നോട്ട് പോകുമ്പോൾ മുന്നിൽ സ്റ്റോബാക്ക് ഫോൾസിൻ്റെ കാഴ്ചയാണ്. അതിമനോഹരമായ ഒരു ഗാർഡനിൽ ഉറങ്ങുന്ന 100ഓളം മനുഷ്യരുടെ ഓർമ്മകൾ. അങ്ങനെയാണ് എനിക്ക് ആ സ്ഥലം അനുഭവപ്പെട്ടത്. ഒരു പുതിയ ട്രോളി ബാഗ് വാങ്ങുവാനുള്ള ഉദ്ദേശത്തിലാണ് എൻ്റെ ഈ നടത്തം. പെട്ടിയും പൊക്കോണവും എല്ലാം കാത്തുകൊണ്ട് സൂറിക് സ്റ്റേഷൻ്റെ ഏതോ ഒരു ബെഞ്ചിൽ ഗാച്ചു ഇരിപ്പുണ്ട്. ലോകത്തുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അതിൽ മിക്കതും എൻ്റെ കണ്ണിലും പെടുന്നുണ്ട്. പക്ഷേ ട്രോളി ബാഗ് മാത്രം ഒരു രക്ഷയില്ല. ഒടുവിൽ ഒരു വിധത്തിൽ ഒരു കട കണ്ടുപിടിച്ചു. പിന്നെ അതേ നടത്തം നടന്ന് ബാഗുകൾക്കൊപ്പം റെസ്റ്റ് ചെയ്ത് തരുന്ന ഗാച്ചുവിനെയും കണ്ടുപിടിച്ചു. ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിലും ലൈറ്റ് തീരെ ഇടാതെ അവർ കച്ചവടം മാനേജ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ആ ഇരുട്ടത്ത് വച്ചിരുന്ന ഞങ്ങളുടെ പോക്കറ്റ് കീറാത്തൊരു ബാഗ് എടുത്ത് തലയിൽ വെച്ചു. ഞങ്ങൾ വളരെ ബുദ്ധിപരമായി കഴുത്തിലിടുന്ന തോളിലിടുന്ന ബാഗിൽ നിന്നും വലിക്കാവുന്ന ഒരു ബാഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്മാർട്ടായ ഹസ്ബൻഡിനെ എല്ലാവരും കാണും. നിങ്ങൾക്കും വേണ്ടേ ഇങ്ങനൊരു ഹസ്ബൻഡ്? സെർച്ച് ചെയ്യൂ ഇൻസ്റ്റാഗ്രാമിൽ. ബാഗുകളെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. എല്ലാ ബാഗുകളും ഇതിനകത്ത്. യെസ് 2:05 വണ്ടിയുണ്ട് പ്ലാറ്റ്ഫോം 10. ഡയറക്ഷൻ ഇന്റർലേക്കൻ OST ഡയറക്റ്റ്. അല്ലെങ്കിൽ നേരെ പോകുന്നൊരു വണ്ടിയുണ്ട് 2:06. അത് കയറിയാൽ മതി. എന്നിട്ട് പെട്ടിയും വട്ടിയും എല്ലാമായി ഞങ്ങൾ ഇന്റർലേക്കനിലേക്ക് യാത്രയായി. കാച്ചുവിനൊപ്പം കൂലങ്കശമായ ഒരു ചർച്ചയ്ക്കൊടുവിലാണ് ഞങ്ങളൊരു ട്രെയിനിലേക്ക് കയറിയത്. സ്വിറ്റ്സർലാൻഡിലെ തന്നെ ഏറ്റവും സീനിക്കായ ഒരു ട്രെയിൻ ജേണിയാണ് ലുസേൺ മുതൽ ഇന്റർലേക്കൻ വരെയുള്ള റൂട്ട്. വീണ്ടും ട്രെയിനിന് പുറത്തെ കാഴ്ചകളിലേക്ക് ഞങ്ങൾ കണ്ടുനട്ടിരുന്നു. യാത്രയുടെ തുടക്കം തന്നെ അതാ ഒരു കണ്ണാടി തടാകം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ലുസേണിൽ പോയിരുന്നപ്പോൾ അവിടെ കണ്ട തടാകത്തിൻ്റെ മറ്റൊരു ഭാഗമാണിത്. തടാകത്തിൻ്റെ കരയോട് ചേർന്ന് തന്നെയാണ് ഈ റെയിൽ പാളങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. റെയിൽ ലൈൻസ് മാത്രമല്ല, റോഡും സമാന്തരമായി തന്നെയാണ് പോകുന്നത്. കാറിൽ പോയാലും അതിമനോഹരമായൊരു ഡ്രൈവ് ആയിരിക്കും അത് എന്ന് ഞങ്ങൾക്ക് തോന്നി. പക്ഷേ കാറിന് തരാനാകാത്ത മറ്റൊരനുഭവം ഈ ട്രെയിൻ ജേർണിക്ക് തരാൻ കഴിയുമെന്നുള്ള എന്തോ ഒരു തോന്നൽ ഞങ്ങളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ചലിക്കുന്ന ചില്ലുകൂടാരം പോലുള്ള ട്രെയിനും പ്രകൃതി ആസ്വദിച്ച് ഓർമ്മകൾ ഉണ്ടാക്കുന്ന മനുഷ്യരും നിറപ്പകിട്ടോടെ കണ്ണിനെ തലോടുന്ന കാഴ്ചകളുമായി ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിൻ്റെ ആൽപ്സ് വില്ലേജുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്വപ്നയാത്ര ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് പരസ്പരം ഷെയർ ചെയ്യുന്നതിനിടയിലാണ് ട്രെയിൻ പെട്ടെന്ന് ഒരു മല കയറാൻ തുടങ്ങിയത്. സമതലങ്ങളിലൂടെ മാത്രം ഓടി ബോറടിച്ച വണ്ടിയുടെ അഡ്വഞ്ചർ സ്പിരിറ്റ്സ് പെട്ടെന്ന് ഉണർന്ന പോലെയായിരുന്നു ആ നീക്കം. ഇപ്പോൾ പൂർണ്ണമായും ഇൻക്ലൈൻഡ് ആയാണ് ഈ ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ വാലികളിൽ നിന്ന് നമ്മൾ കണ്ട ഗ്രാസ് ലാൻഡ്സ് ഇല്ലേ, ഇപ്പോൾ നമ്മൾ അത്തരത്തിലൊരു ഗ്രാസ് ലാൻഡിൻ്റെ മുകളിലൂടെയാണ് കുതിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇടയിൽ മൂടൽമഞ്ഞിൽ ഒളിപ്പിച്ച ആളൊഴിഞ്ഞ സ്റ്റേഷനുകൾ ഞങ്ങളെ കടന്നുപോയിക്കൊണ്ടിരുന്നു. സ്റ്റേഷൻ മാത്രമല്ല, ചില ഗ്രാമങ്ങൾ മുഴുവനും തന്നെയും മഞ്ഞ് കൈയടക്കി വച്ചിരിക്കുകയാണ്. ഹാരി പോട്ടറിലെ ഹോഗ്വാർട്സ് എക്സ്പ്രസ്സിലാണോ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നെനിക്ക് ഒരു വട്ടം തോന്നിപ്പോയതിൽ അത്ഭുതം പറയേണ്ട കാര്യമില്ലല്ലോ. ആ കാണുന്ന കുന്നിനപ്പുറം
ഹോക്സ്മീഡ് ആണെന്നും അതും കഴിഞ്ഞ് ലേക്കും കടന്നു ചെല്ലുന്നത് ഹോഗ്വാട്സിലേക്കാണെന്നുമെല്ലാം ഞാൻ വെറുതെ ഇമാജിൻ ചെയ്തിരുന്നു. ഇടയ്ക്കൊരു വെയിൽ തെളിഞ്ഞു. പഴയ വിൻഡോസ് വാൾപേപ്പറുകൾ ഞങ്ങളുടെ കണ്ണിലേക്ക് ഓടിക്കയറി വന്ന് നൊസ്റ്റാൾജിയുടെ കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആദ്യമായി കമ്പ്യൂട്ടർ കയ്യിൽ കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞത് ഇതുപോലുള്ള വാൾപേപ്പറുകളിലൂടെയായിരുന്നു. പൂർണ്ണമായും ഇപ്പോൾ കോൺക്രീറ്റ് വീടുകൾ മരം കൊണ്ടുള്ള വീടുകൾക്ക് വഴിമാറിയിരിക്കുന്നു. വലിയ ഫാമുകളും വിശാലമായ മുറ്റവുമുള്ള വീടുകൾ. ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെല്ലാം ഇപ്പോൾ എവിടെയായിരിക്കും എന്നായിരുന്നു എൻ്റെ ഡൗട്ട്. മൂടൽമഞ്ഞ് മാറി. ഇപ്പോൾ വലിയ സ്നോ പെയ്ത മലയിലൂടെയാണ് യാത്ര. സൂര്യൻ ഈ മഞ്ഞിലും തൻ്റെ പവറും സൗന്ദര്യവും ശക്തമായി ഞങ്ങളെ അറിയിച്ചുകൊണ്ടേയിരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് ബേർണീസ് മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇൻ്റർലേക്കൻ എന്ന റിസോർട്ട് ടൗണിലേക്കാണ്. പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യം ഇൻ്റർലേക്കൻ അല്ല. ഇൻ്റർലേക്കനിൽ നിന്നും ഒരു അരമണിക്കൂർ അകലെയുള്ള ലൗട്ടർബ്രണ്ണൻ എന്ന ആൽപ്സ് ഗ്രാമത്തിലേക്കാണ്. ഇൻ്റർലേക്കനിൽ ട്രെയിൻ ഇറങ്ങി അവിടെ നിന്ന് ഓടിച്ചെന്ന അടുത്ത ട്രെയിനും പിടിച്ച് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ലൗട്ടർബ്രണ്ണൻ സ്റ്റേഷനിലെത്തി. ചെന്നിറങ്ങിയത് തന്നെ യുങ്ഫ്രോ മൗണ്ടൻ്റെ തണലിലുറങ്ങുന്ന ചെറിയൊരു ടൗണിലേക്കാണ്. അവിടുന്ന് പിന്നെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന ഗ്രാമത്തിലൂടെ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ശാലയെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ഇവിടുത്തെ വീടുകളെ ശാലെ എന്നാണ് വിളിക്കുക. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ശാല. അല്പം കോസ്റ്റ്ലി ആണെങ്കിലും സിനിമയിൽ മാത്രം കണ്ടിരുന്ന കൺട്രി സൈഡ് ഹോം അതായിരുന്നു അത്. അതിൽ ഞങ്ങൾ തികച്ചും സംതൃപ്തരായിരുന്നു. ഈ ശാലയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ജനൽ തുറന്നപ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പ്രസിദ്ധമായ സ്റ്റാർബാക്ക് എന്ന വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചയായിരുന്നു അത്. ഈ യാത്രയിൽ മറക്കാനാകാത്ത മറ്റൊരേട് കൂടി എന്ന് ഞങ്ങൾ മനസ്സിൽ കരുതി. അതിപ്പോൾ ഒരു ക്ലീശയായിട്ടുണ്ട്. 5 മണിയോടെ തന്നെ രാത്രിയായിരിക്കുന്നു. പക്ഷേ ഇരുട്ട് ഞങ്ങളുടെ സ്പിരിറ്റിന് മുന്നിൽ ഒന്നുമല്ലായിരുന്നു. ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ആളൊഴിഞ്ഞ ആ ഗ്രാമത്തിലൂടെ ഒരു വാക്കിന് പോകാൻ ഇറങ്ങി. ക്രിസ്മസിനെ വെൽക്കം ചെയ്യാൻ ഈ വഴികളെല്ലാം തയ്യാറെടുത്ത് നിൽക്കുകയാണ്. കനലുകൾ ഉറുമ്പുകളെപ്പോലെ വരി വരിയായി മലയിറങ്ങുന്ന ഒരു കാഴ്ചയുണ്ട്. അത് ബേർണീസ് ട്രെയിനുകളുടെ കാഴ്ചയാണ്. അത് വളരെ അത്ഭുതപ്പെടുത്തുന്നതും ഭയങ്കര സന്തോഷം തരുന്നതായ ഒരു കാഴ്ചയായിരുന്നു അത്. അങ്ങനെ നടക്കുമ്പോൾ അതാ ആരോ മലയാളം പറയുന്നു. ദുബായിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കുടുംബമായിരുന്നു അത്. ഇവിടുത്തെ ഈ ഇരുട്ടും നിലാവും പിന്നെ മിന്നാമിന്നിക്കൂട്ടങ്ങളെ പോലെ അവിടെയും ഇവിടെയുമായിട്ട് ചിതറിക്കിടക്കുന്ന ലൈറ്റുകളും എല്ലാം കൂടെ അലങ്കരിച്ച് വെച്ച ഒരു പുൽക്കൂട്ടിൽ നിൽക്കുന്ന പോലെയുള്ള ഒരു ഫീലായിരുന്നു ഞങ്ങൾക്ക് ഈ സ്ഥലം പ്രസൻറ്റ് ചെയ്തത്. ആ നടത്തിയിലിടയിൽ ഞങ്ങൾ അവിടെയുള്ളൊരു ചെറിയ പബ്ബിലേക്ക് കയറി. വീണ്ടും സിനിമകൾ തന്നെ മനസ്സിലേക്ക് വന്നു. യൂറോപ്യൻ കൺട്രി സൈഡ് പബ്. അതെല്ലാം ഒരു സ്വപ്നമായിട്ട് ഞാൻ കൊണ്ടുകിടന്നിരുന്നു പലപ്പോഴും. അത് ഇവിടെ വെച്ചിട്ട് യാഥാർത്ഥ്യമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ വന്ന് വൈകുന്നേരം ചെറിയ സ്നാക്സും കുറച്ച് ഡ്രിങ്ക്സൊക്കെ കഴിച്ച് രാഷ്ട്രീയവും പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് ഫ്രണ്ട്ഷിപ്പിൻ്റെ വൈബൊക്കെ അനുഭവിച്ച് എല്ലാ പ്രായമുള്ള ആൾക്കാരും വരുന്ന ഒരു തരം സ്ഥലങ്ങൾ. അത്തരത്തിലൊന്നിൽ കുറച്ച് സമയം ഞങ്ങളും ചിലവഴിച്ചു. തിരിച്ച് ഞങ്ങൾ ശാലയിലെത്തി. കിച്ചണും ഡൈനിങ് റൂമും ഡ്രോയിങ് ഹാളും എല്ലാം ചേർന്നതാണ് ഈ ശാല.
സൂറിക്കിൽ നിന്നും വാങ്ങി കയ്യിൽ കരുതിയിരുന്ന കുറച്ച് റെഡി ടു കുക്ക് ഇന്ത്യൻ ഫുഡും കുറച്ച് വൈനും ഒക്കെ നുകർന്ന് ഞങ്ങൾ രാത്രി പുലരുവോളം കഥ പറഞ്ഞും പാട്ടുപാടിയും വരുന്നു. നേരം വെളുത്തപ്പോൾ മഞ്ഞിൽ ചാലിച്ചൊരു നിറത്തിലാണ് ലോട്ടബ്രണ്ണൻ ഉണ്ടായിരുന്നത്. രാത്രി നടന്ന വഴികളിലൂടെ ഒന്നുകൂടെ ഒന്ന് നടക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. ഇതാണ് ഇന്നലെ വന്ന ഓണർ പബ്ബ്. ഓണർ പബ്ബും കടന്ന് മുന്നോട്ട് പോകുമ്പോൾ മുന്നിൽ സ്റ്റോബാക്ക് ഫോൾസിൻ്റെ കാഴ്ചയാണ്. വലിയ 2 പർവ്വതങ്ങളുടെ ഇടയിലാണ് ഈ ലോട്ടബ്രണ്ണൻ സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 72ഓളം വാട്ടർഫോൾസ് ഉണ്ട് ഈ വാലിയിൽ. അതുകൊണ്ട് തന്നെ ലോട്ടബ്രണ്ണൻ എന്ന പേരിനർത്ഥം ലൗഡ് സ്പ്രിങ്സ് എന്നാണ്. അതിൽ തന്നെ പ്രധാനിയാണ് സ്റ്റോബാക്ക് ഫോൾസ്. ഏകദേശം 1000ഓളം ഫീറ്റ് ഉയരത്തിൽ നിന്നാണ് സ്റ്റോബാക്ക് ഫോൾസിൻ്റെ വെള്ളം താഴേക്ക് പതിക്കുന്നത്. ഇന്നലെ വന്ന് തമ്പടിച്ച പലരും പുലർച്ചെ തന്നെ ചെക്കൗട്ട് ചെയ്ത് പോകുന്നുണ്ട്. പകുതിയോളം വെള്ളം മഞ്ഞുറഞ്ഞു കിടക്കുന്നതുകൊണ്ടായിരിക്കാം സ്റ്റോബാക്ക് തൻ്റെ വെള്ളം നല്ല പിശുക്കിയാണ് താഴേക്ക് എറിയുന്നത്. ഇവിടെ ഇതാ മഞ്ഞുമലകളുടെ ബാക്ക്ഗ്രൗണ്ടിൽ പുൽമേട്ടിൽ സ്ഥിതി ചെയ്യുന്നൊരു സിമെട്രി. അതിമനോഹരമായ ഒരു ഗാർഡനിൽ ഉറങ്ങുന്ന 100ഓളം മനുഷ്യരുടെ ഓർമ്മകൾ. അങ്ങനെയാണ് എനിക്ക് ആ സ്ഥലം അനുഭവപ്പെട്ടത്. ഞങ്ങൾ അതും കടന്ന് എക്സ്പ്ലോറേഷൻ തുടർന്നു. ഈ ഷാലെ എന്ന മരത്തിൽ പണിത സ്വിസ് വീടുകളുണ്ടല്ലോ, ഇത് മെഡീവിയൽ പീരീഡ് തുടങ്ങി ആൽപ്സിൽ ജീവിക്കുന്ന മനുഷ്യർ വീടുണ്ടാക്കുന്ന ഒരു രീതിയാണ്. താഴെ വളർത്തു മൃഗങ്ങളുടെ കൂടായും മുകളിൽ കാർഷിക വിളകളുടെ സ്റ്റോർ റൂമായും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലായിരുന്നു പണ്ടുകാലം മുതൽ ഷാലെ നിർമ്മിക്കപ്പെട്ടിരുന്നത്. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ആ ഷേപ്പും അവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കടുത്ത തണുപ്പും മഞ്ഞുവീഴ്ച ഉള്ളപ്പോൾ പശുക്കൾക്കും മറ്റും നമ്മുടെ നാട്ടിലെ പോലുള്ള തൊഴുത്തുകൾ തീരെ പ്രാക്ടിക്കൽ അല്ലാത്തൊരു കാര്യമായതുകൊണ്ടാണ് വീടുകൾ ഇവരിങ്ങനെ നിർമ്മിക്കുന്നത്. പിന്നീട് 18-ാം നൂറ്റാണ്ട് മുതൽ ഇതിന് പല അപ്ഗ്രേഡുകളും വന്നു തുടങ്ങി. ഷാലെ വലിയ ജനലുകളും ബാൽക്കണികളും കൊത്തുപണികളും ഒക്കെ ഉള്ള വലിയ സൗധങ്ങളായും ആൾക്കാർ ഉണ്ടാക്കാൻ തുടങ്ങി. ഈ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി നിലനിർത്താനായിട്ട് പുതിയ വീടുകൾക്ക് ശക്തമായിട്ടുള്ള ബിൽഡിംഗ് റെഗുലേഷൻസ് എല്ലാം ഇവിടുത്തെ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വളരെ കെയർഫുള്ളായി സംരക്ഷിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇന്നും നമുക്ക് ഇതുപോലെ ഈ ഗ്രാമങ്ങൾ ആസ്വദിക്കാനാവുന്നത്. ഇത് ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ടുള്ളൊരു ഫൗണ്ടനാണ്. ഒരുപാട് റീലുകളും ഒരുപാട് ഫോട്ടോസും നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോഴിത് ഫ്രോസണായി കിടക്കുകയാണ്. സാധാരണ ഇതിലൂടെ വെള്ളം വീഴുകയും ആ വെള്ളം നമുക്ക് കുടിക്കാനും കഴിയുന്നൊരു രീതിയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫോട്ടോ എടുത്തും ഇവിടുത്തെ ഈ ശുദ്ധമായ വായു ശ്വസിച്ചും ഞങ്ങൾക്ക് മതി വന്നില്ല എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുറഞ്ഞു പോകും. കുറച്ചു കാലം ഇവിടെ തന്നെ താമസിച്ചാലോ ഇവിടെ ജീവിച്ചാലോ എന്ന് പോലും പലപ്പോഴും ഞങ്ങൾ ആശിച്ചു പോയി. അത്രയ്ക്കുണ്ട് ഈ സ്ഥലത്തിൻ്റെ ഒരു മാജിക്കലായിട്ടുള്ള അട്രാക്ഷൻ. മഞ്ഞുകാലമായതിനാൽ വാട്ടർഫോൾസിലേക്കുള്ള ട്രെക്ക് അടച്ചിരിക്കുകയാണ്. സ്റ്റോബാക്ക് ഫോൾസിന് താഴെ നിന്ന് ഞങ്ങളിങ്ങനെ ചുമ്മാ ആ സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നു.
മഞ്ഞുറയുമ്പോൾ വരുന്ന ചേഞ്ചസ് കാരണം താഴേക്ക് പാറക്കഷ്ണങ്ങൾ വീഴാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇത് അടച്ചിട്ടിരിക്കുന്നത് എന്നാണ് അവിടെയുള്ള എഴുതി വച്ചിരിക്കുന്ന നോട്ടീസുകൾ വായിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞങ്ങൾക്ക് മാത്രമായൊരു വെള്ളച്ചാട്ടം ലഭിച്ച സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ. അടുത്തേക്ക് പോകാനോ അതിലേക്കുള്ള ട്രക്കിൽ പങ്കെടുക്കാൻ പറ്റാത്തതിലൊന്നും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ ഉള്ളത് കൊണ്ടും ഇവിടെയുള്ള ഈ അറ്റ്മോസ്ഫിയറിൽ തന്നെ തികച്ചും സംതൃപ്തരായിരുന്നു. വളരെയധികം സന്തോഷത്തിലുമായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. നമ്മൾ ടിറ്റ്ലിസിൽ പോയപ്പോൾ എയ്ങ്കൽബർഗിൽ കണ്ട പോലെ തന്നെ ഇവിടെയും നിറയെ സ്കീയിങ് റിസോർട്ടുകളാണ്. യൂറോപ്പിനെ നെറുക എന്നൊക്കെ ബ്രാൻഡ് ചെയ്തിട്ടുള്ള യൂംഫ്രോ പർവ്വതമാണ് ഇവിടുത്തെ പ്രധാന സ്കീയിങ് സ്പോട്ട്. RV വാനുകളിൽ വന്ന് ഇവിടെ തമ്പടിച്ചിരിക്കുന്നവരും ഒരുപാടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഈ സ്വപ്നാടനത്തിന് ഒരു തിരശീല വീഴാൻ പോവുകയാണ്. തിരികെ എത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ചെക്കൗട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ആ ജനലിലൂടെ ഞാൻ ഒന്നുകൂടി സ്ട്രോബാക്ക് വാട്ടർഫോൾസിനെ നോക്കി. അപ്പോൾ തന്നെ തൊട്ടടുത്ത ചാപ്പലിൽ നിന്നും മുഴങ്ങിയൊരു മണി ഞങ്ങളെ വീണ്ടും യാത്രയിലേക്ക് തള്ളിയിട്ടു.